നമസ്കാരം. ദേശീയപാതയിലും ബാറിലും കൺഫ്യൂഷൻ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. എവിടെ ദേശീയപാതയുണ്ടോ അവിടെ ബാർ ഉണ്ടാവരുതെന്ന് സുപ്രീം കോടതി വിധിച്ചതെല്ലാം കാറ്റിൽ പറത്തി. എവിടെ ദേശീയപാതയുണ്ടോ അവിടെ ബാർ തുറക്കും എന്നാക്കി നമ്മൾ കേരളം. കേരളത്തിലെ ദേശീയപാതയിലെ കുറേ ഭാഗത്തിന് ദേശീയപാത പദവിയില്ലെന്ന ചില കുറിമാനങ്ങൾ കാട്ടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ബാർ ഉടമകൾ അനുകൂല വിധി വാങ്ങിയത്. കേൾക്കേണ്ട താമസം TP രാമകൃഷ്ണൻ മന്ത്രി പൂട്ടിയത് തുറക്കാനും അനുവദിച്ചു. ഈ പാപഭാരം തങ്ങളുടെ ചെലവിൽ വേണ്ട എന്ന നിലപാടാണ് പൊതുമരാമത്ത് മന്ത്രി G. സുധാകരനും ഏറ്റവും ഒടുവിലായി ഹൈക്കോടതിക്കും ഉള്ളത്. നമ്മുടേത് ദേശീയപാത തന്നെയെന്ന് മന്ത്രി G. സുധാകരൻ. അങ്ങനെയെങ്കിൽ പൂട്ടിയത് തുറന്നത് എന്തിനെന്ന് ഹൈക്കോടതി. എക്സൈസ് വകുപ്പിനാണെങ്കിൽ ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ചുരുക്കത്തിൽ നമുക്ക് ബാറുമില്ല, ദേശീയപാതയുമില്ല എന്ന അവസ്ഥ വരുമോ? കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. PWD പൊതുമരാമത്ത് വകുപ്പ് ഞങ്ങളും തമ്മിൽ ഒരഭിപ്രായ ഭിന്നതയില്ല. കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ഇത് നോട്ടിഫിക്കേഷൻ നോക്കി അറിയാമല്ലോ. ഇതിനകത്ത് യാതൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. മരാമത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. രേഖ പരിശോധിച്ച് ശരിയായ നിലപാട് തന്നെ ബാർ അനുവദിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് സ്വീകരിക്കും. തർക്കത്തിനൊന്നും പ്രശ്നമില്ല. ഇത് കോടതിൻ്റെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു നിലപാടെടുത്തത്. ഇനി അതിൽ എന്തെങ്കിലും തിരുത്തൽ വേണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ മുമ്പ് തന്നെ സമീപിച്ചിട്ട് പറയാൻ പറ്റുമല്ലോ. ഇത് എങ്ങനെയാണ് ഈ രണ്ട് പാതകളും നാഷണൽ ഹൈവേ അല്ല എന്ന് ആരാണ് പറയുന്നത്? പൊതുമരാമത്ത് മന്ത്രി പറയുന്നു നാഷണൽ ഹൈവേ ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എക്സൈസ് വകുപ്പ് മന്ത്രി ആ മദ്യശാലകളൊക്കെ തുറക്കാൻ പറഞ്ഞു? സർക്കാർ വല്ല കൂട്ടുത്തരവാദിത്വം ഉണ്ടോ? PWD പൊതുമരാമത്ത് വകുപ്പ് ഞങ്ങളും തമ്മിൽ ഒരഭിപ്രായ ഭിന്നതയില്ല. കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. TP രാമകൃഷ്ണൻ മന്ത്രി ഇടക്കാലത്ത് ചികിത്സയിലായിരുന്നതിനാൽ എക്സൈസ് വകുപ്പ് നോക്കി നടത്തിയത് മന്ത്രി G. സുധാകരനായിരുന്നു. പൊതുമരാമത്ത് വകുപ്പിനും മദ്യഷാപ്പിനും കേടുപാടില്ലാത്ത വിധം ഒരു നിലപാടായിരുന്നു മന്ത്രി G. സുധാകരന്. മദ്യവർജനമാണ് സുധാകരൻ മന്ത്രിക്ക് താല്പര്യമുള്ള വിഷയം. ഞങ്ങൾ മദ്യപാനത്തിനെതിരാണ്. ഈ രാജ്യത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണഘടനയിൽ മദ്യപിക്കുന്ന സഖാക്കളെ നടപടിയെടുക്കണം എന്നെഴുതിയ CPM ഭരണഘടനയിൽ മാത്രമാണ്. അതിനെ വെറുതെ വ്യാഖ്യാനിക്കരുത്. അത് ഇതിനകത്ത് പറയണ്ട, തെറ്റായി വ്യാഖ്യാനിക്കരുത്. ഭരണഘടന അനുവദിക്കുന്നതാണ് മദ്യവ്യാപാരം. അത് സുപ്രീം കോടതി പോലും നിരോധിച്ചിട്ടില്ല. മലയുടെ മുകളിൽ കൊണ്ട് വെച്ചാലും ആൾ കുടിച്ചോളൂ എന്നാണ് സുപ്രീം കോടതി പോയി നിയന്ത്രണം വെച്ചപ്പോൾ പോലും പറഞ്ഞത്. ആദ്യം വേണ്ട സുപ്രീം കോടതി വിധി തിരുത്തുകയാണ്. അതോടെ എല്ലാ പ്രശ്നവും തീരും. എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ഒരു കൺഫ്യൂഷനും ഇല്ല. കോടതി ഡയറക്ഷന് വിധേയമായിട്ടാണ് പറഞ്ഞത്. അതിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉയർന്നു വന്നാൽ അത് പരിശോധിച്ചുകൊണ്ടുള്ള നിലപാടെടുക്കും. നിന്റെ കയ്യിലെ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്. അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ല. എടാ, മരുന്ന് ഡപ്പിക്കുള്ളിൽ നീ അത് എടുക്കുമല്ലോ. എടുക്കണ പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്താടാ? വിധി അങ്ങോട്ട് ശരിയായി എന്നുള്ള വിശ്വാസം കൊണ്ട് അത് പ്രശ്നമാണത്. ഇരിക്കട്ടെ. പക്ഷെ ഞങ്ങൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞങ്ങൾ അമ്മമാരുടെ കൂടെയാണ്, സഹോദരിമാരുടെ കൂടെയാണ്. പക്ഷേ ഒരു 4, 5, 10% പേർക്ക് മദ്യപിക്കാനുള്ള ആഗ്രഹമുണ്ട്. അവർ മദ്യപിക്കും. നമ്മളത് തടയാൻ പറ്റില്ല. ഇപ്പോൾ തടഞ്ഞാൽ അവർ കള്ളച്ചാരായി കുടിക്കും. അവർ ചത്തുപോകും. വിഷമദ്യം ഒഴുകും. മനുഷ്യന്മാരുണ്ടാവും, ഇനി താത്തമാരുണ്ടാവും. അത് ഗവൺമെന്റ് സമ്മതിക്കും. അതുകൊണ്ട് ഭരണഘടനാപരമായി ആ ബിസിനസ് നടക്കട്ടെ. ഇപ്പോഴും പറയുന്നത് തന്നെയാണ്, കോടതി വിധിക്കനുസരിച്ച് പ്രവർത്തിക്കും. എന്നാൽ ഈ ദേശീയപാത നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പഴയ രേഖകൾ പുറത്തു വന്നു. അതിൻ്റെ മേലെ ഹൈക്കോടതി ഒരു ഡയറക്ഷൻ നൽകി. അതിനനുസരിച്ചൊരു സമീപനം ഇപ്പോൾ സ്വീകരിച്ചത്. ഏത് ശരി ഏത് തെറ്റെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. മരുന്ന് അതിനകത്തുനിന്ന് ആ താക്കോലെടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അത്രേ ഉള്ള അത് ഞാൻ ഒളിപ്പിക്കാം. മദ്യക്കച്ചവടം നടത്തി പണമുണ്ടാക്കി ഭരിച്ചോളാവുന്ന ഞങ്ങളുടെ പ്രകടന പദ്ധതിയിലില്ല. ഈ രാജ്യത്ത് ഭരണഘടനാപരമായ അവകാശമുള്ളത് നടക്കും. പക്ഷെ അത് മഹാപാപമാണ്. ഒരാൾ അല്പം കുടിച്ചു പോയ മഹാപാപമാണെന്ന് പറയുന്നവർ ഒരുപാട് കുടിയന്മാരുമായി സല്ലപിക്കുന്നവർ. ഞാനൊക്കെ കിടക്കുന്നത് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ?
നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അപ്പം മനുഷ്യൻ്റെ അഭിമാനം പണ്ടുകൊണ്ടേ ഉള്ളതല്ലേ ഇത്? മനുഷ്യാരംഭം മുതലുള്ള ലോകത്തെല്ലാം ഉള്ളതല്ലേ? നമുക്ക് മാത്രമാണ് അങ്ങ് ഉടനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുമോ? അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി അവസാനിപ്പിച്ചോളൂ. അതുവരെ ഭരണഘടനാപരമായ അവകാശമുണ്ട്. പക്ഷെ ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് കുടിക്കാൻ പാടില്ല. ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന്. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ. മന്ത്രി ജി സുധാകരന്റെ അഭിപ്രായത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നന്നായി നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വച്ഛ ഭാരത ശൗചാലയ പദ്ധതി നടപ്പാക്കിയ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ വന്ന് കേരളത്തെ സൊമാലിയയോട് ഉപമിച്ച മോദി ഇക്കാര്യത്തിലെങ്കിലും സുധാകര മന്ത്രിയോട് മാപ്പ് പറയണം. ഭാരത സ്വച്ഛ ബനാവോ എന്ന് പറയുന്ന മോഡിജിയുടെ ക്യാമ്പയിൻ്റെ ഭാഗമാണ് വെളിയിട വിസർജ്യ വിമുക്ത ഗ്രാമങ്ങളും നഗരങ്ങളും അതുപോലെ തന്നെ വീടുകളും ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റിൽ ഇതിൻ്റെ ക്യാമ്പയിൻ വെക്കുകയാണ്. ഞങ്ങൾ അംഗീകരിച്ചു, ഓരോ മന്ത്രിമാർക്കും ചാർജ് കൊടുത്തു, ഞങ്ങളത് ഭംഗിയായിട്ടങ്ങ് നടപ്പാക്കി. ഏതാണ്ട് 2.25 ലക്ഷം കുടുംബങ്ങൾക്ക് കക്കൂസില്ലായിരുന്നു. ഇല്ലാത്തവർക്ക് അറിയൂ അതിന്റെ പ്രയാസം. വെളുപ്പിന് 5 മണിയാവുമ്പം നമ്മുടെ ഈ കാര്യം ചെയ്തില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ചു നോക്കും. വെളിയിറങ്ങാൻ പറ്റുമോ? അന്ന് പുറത്തിറങ്ങുന്നേ ഞാനിപ്പോ കയറിയതേ ഉള്ളൂ. എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത്. അവർ ആവശ്യമുണ്ടായിട്ട് കയറിയിരിക്കുന്നതല്ല. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. ഒന്ന് കയറി നോക്കേ. പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കില്ല എന്റെ ജോലി. 2.25 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി കക്കൂസ് വെച്ചു കൊടുത്തു. മോഡിയുടെ ഈ പ്രോഗ്രാം നടപ്പാക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. ഗുജറാത്ത് നടപ്പാക്കിയില്ല. RSS മനസ്സിലാക്കണം. നിങ്ങളുടെ ഗുജറാത്ത് നടപ്പിലാക്കിയില്ല. BJP-ക്കാർ മനസ്സിലാക്കണം. വിശ്വഹിന്ദു പരിഷത്തുകാര് ഇങ്ങനെ പരീക്ഷകളായി നടന്നാൽ പോരാ, കക്കൂസ് ഉണ്ടാക്കി കൊടുക്കണം നാട്ടുകാർക്ക്. വിശ്വഹിന്ദു പരിഷത്തുകാര് ഇങ്ങനെ പരീക്ഷകളായി നടന്നാൽ പോരാ, കക്കൂസ് ഉണ്ടാക്കി കൊടുക്കണം നാട്ടുകാർക്ക്. മദ്യവും റോഡും ശൗചാലയവും മാത്രമല്ല സുധാകര സൂക്തങ്ങളിൽ നിറയുന്നത്. പുരാണങ്ങളും ഇതിഹാസ കഥയുമെല്ലാം വന്നു പോകും. രാമനെയും രാവണനെയും താരതമ്യപ്പെടുത്തി ഇതാ ഒരു സുധാകര സൂക്തം. ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല. ഇപ്പൊ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കാനല്ലേ, അപമാനിക്കാനല്ലേ, അല്ലാതെ സന്തോഷിക്കാനല്ലല്ലോ. നമ്മുടെ ക്രൂരനാണെന്ന രാവണൻ പോലും അന്ന് വിമാനമില്ലാത്ത കാലത്ത് പുഷ്പക വിമാനം, പൂ പോലെയുള്ള വിമാനം സീതയെ കൊണ്ട് അതിലാണ്. എന്നിട്ട് അവരെ ആ സീതയെ അദ്ദേഹം പരീക്ഷിച്ച് ശരീരത്തോട്ടിട്ട് കൊണ്ടുപോയി അശോക വൈദ്യം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് സഹോദരിയൊക്കെ സൂക്ഷിക്കാൻ ഭക്ഷണമൊന്നും അവർ കഴിച്ചില്ല ശ്രീരാമനെ പറ്റി. പക്ഷെ എല്ലാം തൊട്ടിട്ടില്ല അവിടെ ശരീരം. അതാണ് ശ്രീരാവണൻ. ഇപ്പോഴാണെങ്കിൽ എന്താ സ്ഥിതി? ഇപ്പോഴത്തെ ശ്രീരാമന്മാരെന്തുവാ ചെയ്യുന്ന രാവണനേക്കാൾ മോശമായിട്ടാണ് ചെയ്യുന്നത്. പീഡക സന്യാസിയുടെ ലിംഗം മുറിച്ച പെൺകുട്ടിക്ക് ഒരു പുരസ്കാരം ഏർപ്പെടുത്തണമെന്നും മന്ത്രി നിർദ്ദേശിക്കുന്നു. ഒരു മഹർഷിയും കാട്ടിൽ കഴിയുന്നില്ല. സോക്കോളുടെ മഹർഷിമാരെല്ലാം വലിയ AC മുറിയിലാണ് കിടക്കുന്നത്. ഒരു സ്വാമിയെ തിരുവനന്തപുരത്ത് കണ്ടില്ലേ? ആ പെൺകുട്ടി മുറിച്ചങ്ങ് കളഞ്ഞു. എത്ര ഭംഗിയായി മുറിച്ചെടുത്ത് ആ കുട്ടിക്ക് അവാർഡ് കൊടുക്കണം. ആരുമില്ല അവാർഡ് കൊടുക്കണം. ഒരു മഹിളാ സംഘടന അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വായ ഒരുപാട് അടിക്കുന്നുണ്ട് എല്ലാവരും. അപ്പം 3 വർഷക്കാലം കലാകൗമുദിയിൽ ഞാനിതേ പറ്റി കവിത എഴുതുന്നത്. ഇതിങ്ങനെ മുറിച്ചു കളയുമെന്നൊന്നും ആലോചിച്ച് എഴുതിയൊന്ന്. എന്തേ മുറിച്ചില്ലവന്റെ ലിംഗം, നീചവ്യൂഹങ്ങൾ നീട്ടിയ ലിംഗം, കത്തിയില്ലേ കഠാരയില്ലേ, വെട്ടരി വാളുകളില്ലേ, എന്തേ കടിച്ചു മുറിച്ചു പറിച്ചില്ല, എന്തേ കടിച്ചു കുടഞ്ഞില്ല ലിംഗത്തെ, നീചക്കുലങ്ങൾ തൻ ലിംഗങ്ങൾ. ലിംഗം മുറിക്കുന്ന പെണ്ണുങ്ങൾ അത് സംഭവിച്ചു. പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടുന്ന ദിവസം പിള്ളേർക്കെല്ലാം ടെൻഷനാണ്. 1ാം വാർഷികത്തിന് പിണറായി സർക്കാർ നേട്ടങ്ങളെല്ലാം നിരത്തി പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. സർക്കാരിന് കിട്ടിയ മാർക്കിൽ തൃപ്തിയുള്ളവർക്ക് റിപ്പോർട്ടിൽ ഒപ്പിടാവുന്നതാണ്. പ്രതിപക്ഷ നേതാവിന് എന്തായാലും ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലെ പ്രോഗ്രസിൽ പൂർണ്ണമായും തൃപ്തി ഇല്ല. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന
വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. നമ്മുടെ കേരളത്തിൽ LDF എന്താണോ ഉദ്ദേശിച്ചിരുന്നത് ആ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനമെന്നും നമ്മുടെ ചലച്ചിത്ര സംവിധായകൻ ശ്രീ രഞ്ജിത്ത് അത് ഏറ്റുവാങ്ങുന്നുവെന്നും ഒരു പരിപാടിയാണ്. അപ്പൊ ജോർജ് എന്നെ ഒന്ന് സഹായിക്കണം. ജോർജ് ഇടക്കിടക്ക് എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞു അല്ല സാർ? അതെ, വിമൽ സാറിന് നല്ല മനസ്സാണെന്നും വിമൽ സാറിന്റെ കയ്യിൽ കുറെ പൈസയൊക്കെ ഉണ്ടെന്നും സ്പോർട്സ് പറഞ്ഞു. വിമൽ സാർ നന്നായി ഓടും ചാടും നന്നായി പാട്ട് പാടും. പാട്ട് വേണ്ട സാർ. പാട്ട് വേണ്ടല്ലേ? വേണ്ട, ബോറായി. പാട്ട് ഡാൻസ് പറയാം. വേണോ? നന്നായി ഡാൻസ് ചെയ്യും. ഞാൻ ഡാൻസിന്റെ കാര്യം പറയാം. മറക്കാൻ ആഗ്രഹിച്ച ഒരു പേരാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്, പ്രോഗ്രസ് റിപ്പോർട്ട്. പിന്നീട് മുതിർന്നപ്പോൾ പല കൂട്ടുകാരുമായും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് വേദനകൾ പങ്കുവച്ചപ്പോൾ അവരിൽ പലരും പറഞ്ഞത്, നീ വിഡ്ഢിയായതുകൊണ്ടാണ് അച്ഛൻ്റെ തന്നെ ഒപ്പ് അതിൽ ചേർക്കണം എന്ന് വിചാരിച്ചത്. ഞങ്ങളിൽ പലരും കള്ള ഒപ്പിട്ടിട്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ട് തിരിച്ച് സ്കൂളിൽ എത്തിച്ചത് എന്നാണ്. പക്ഷെ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കയ്യിൽ വാങ്ങിച്ചപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ കള്ള ഒപ്പില്ല. ജനങ്ങളിൽ നിന്ന് ഭരണപരാജയത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുക്കുന്നുവെന്ന് മാത്രമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കേരള ജനത തള്ളിക്കളയും. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകില്ല. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചെന്നാ മതി. നാടകത്തിനുള്ള സമയമായി. വക്രദൃഷ്ടിയിൽ ഇനി ഇടവേളയാണ്. നാട്ടികയിൽ കല്യാണയോഗം. ഇടവേളയ്ക്ക് ശേഷം എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. കല്യാണത്തിന് ആർഭാടങ്ങളൊന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. വക്ര